നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, നീ എന്താ അഞ്ജലിയും കുട്ടി വരാത്തത്? ഞാനും അതെന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചേ. ചേച്ചി എവിടെ പോയി? അത് പറഞ്ഞില്ലല്ലോ. വർക്ക് കഴിഞ്ഞപ്പോ അവക്ക് വല്ലാത്ത ക്ഷീണമായി. കൂടാത്തതിന് ചെറിയൊരു പനിക്കോളും. ഇനിയിപ്പോ ഇവിടെ വന്നിങ്ങനെ നിൽക്കാനും ദിവസങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വരണ്ടാന്ന് ഞാനാ പറഞ്ഞത്. എന്തായാലും വലിയേച്ചി വേണമായിരുന്നു. ചേച്ചി ഇല്ലാത്തോണ്ട് എന്തോ ഒരു കുറവ് പോലെ. വയ്യാന്ന് പറഞ്ഞ വിശ്രമിക്കാൻ പറയല്ലേ നല്ലത്. വെറുതെ യാത്ര ചെയ്ത് അസുഖം വലുതാക്കുന്ന എന്തിനാ? അച്ഛന് വിശക്കുന്നില്ലേ? വാ, വല്ലതും കഴിക്കാം നമുക്ക്. കണ്ടോ, എന്റെ മോന് മാത്രമേ ഉള്ളൂ എന്നോടൊരു കരുതൽ. നിന്റെ ഏത് മോൻ? അല്ല, നീ വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുന്നത്. ഞാനും രുക്മിണി അറിയാതെ നിനക്കേതാ ഒരു മോൻ? ഈ കുട്ടി തന്നെ അച്ഛാന്നും നീ അവനെ മോനെന്നും വിളിക്കുന്ന കേട്ടല്ലോ. നീ എന്താ ഞങ്ങളെ കബളിപ്പിക്കായിരുന്നു ഇത്രയും കാലം? ആരതി, നിങ്ങൾ അകത്തിയെന്ന് എനിക്കെന്താ കഴിക്കാനുള്ളത് നോക്ക്. അച്ചൂട്ടനെ കൂടെ കൂട്ടിക്കും. എന്റെ പൊന്നച്ഛ, അച്ഛനെ അമ്മയെന്നല്ല, ഈ ലോകത്ത് ആരെയും കബളിപ്പിക്കാൻ പറ്റുന്നുള്ള മൂഢവിശ്വാസമൊന്നും എനിക്കില്ല. ഒരു തരത്തിൽ ഞാൻ പറ്റിക്കുന്നത് എന്നെ തന്നെയാ, കൂട്ടത്തിൽ ആ പാവം കുഞ്ഞിനെയും. എന്താടാ നീ തത്വം പറയുന്നേ? കാര്യം എന്താന്ന് വെച്ചാ അത് പറയും. ഞാൻ പറയാം. അഞ്ജലി ചേച്ചിയുടെ കുഞ്ഞ ഈ അച്ചൂട്ടൻ. കുഞ്ഞിലെ തന്നെ അമ്മയും അച്ഛനും മരിച്ചുപോയി. ഒരു ദിവസം സ്കൂളിലെ ഫാദേഴ്സ് ഡേക്ക് എല്ലാ കുട്ടികളും അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോ ഇവന് മാത്രം കൂട്ടിയെല്ലാൻ അച്ഛനില്ലായിരുന്നു. ആ വിഷമം നേരിട്ട് മനസ്സിലാക്കിയപ്പോ വലിയേട്ടൻ ആ വേഷം കെട്ടി അവന്റെ കൂടെ സ്കൂളിൽ പോയത്. അന്നു മുതല് അവൻ വലിയേട്ടനെ അച്ഛാന്ന് വിളിച്ചു. മാത്രമല്ല, മറ്റു കൂട്ടുകാരോടും അവൻ വലിയേട്ടനെ പരിചയപ്പെടുത്തിയത് സ്വന്തം അച്ഛനാണെന്നാ. പിന്നീട് തിരിച്ചു പോരുമ്പോ അവനെ വെളിതിരുത്താൻ തീരെ മനസ്സിലായിരുന്നു. ഒരച്ഛനു വേണ്ടി, അച്ഛന്റെ വാത്സല്യത്തിനും കരുതലിനും വേണ്ടി അവന്റെ മനസ്സ് എത്രമാത്രം ആഗ്രഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. അന്നു മുതല് ഞാൻ അവന്റെ അച്ഛനും അവൻ എന്റെ മോനുമായത്. ഞാൻ അവന്റെ അച്ഛനല്ലെന്ന് ആര് പറഞ്ഞാലും അവന് വിഷമാവും. അവന് മാത്രമല്ല, എനിക്കും. ചന്ദ്രേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലായി. അന്യനായ ഒരു കുഞ്ഞ് സ്വന്തം മകനെ അച്ഛാ എന്ന് വിളിക്കുന്നത് അംഗീകരിക്കാൻ ആർക്കായാലും അല്പം പ്രയാസം ഉണ്ടാവും. പക്ഷേ ഇതൊരു നല്ല കാര്യത്തിനാണ് ചന്ദ്രേട്ട. പ്രസാദിനെ അവൻ അച്ഛാ എന്ന് വിളിക്കുന്നത് പോലെ പ്രസവിക്കാത്ത അഞ്ജലിയെ അവൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ അവർ രണ്ടുപേരുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ. എനിക്ക് മനസ്സിലായി കാര്യങ്ങള്. ഈ അച്ഛാന്ന് വിളിയിലൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ നാളെ അഞ്ജലിയെ പ്രസാദ് കല്യാണം കഴിച്ച അച്ചൂട്ടന് ആ വിളിയെന്നെ തുടരാലോ. അതെ, അത് തന്നെ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കും ചന്ദ്രേട്ടാ. ഭഗവാന്റെ നിശ്ചയം ആർക്കാ മറികടക്കാൻ കഴിയാ? അതും അങ്ങനെയാണെന്ന് കരുതിയാ മതി. അതെ അതെ, ഈശ്വരോ രക്ഷതു. പ്രസാദേ വാ, ഭക്ഷണം കഴിക്കാം. കഴിഞ്ഞ ദിവസങ്ങളില് നമ്മള് മാത്രമായിരുന്നില്ലേ ഒരുമിച്ച്. അതോർത്ത് ഇന്ന് ഒറ്റയ്ക്ക് ആഹാരം കഴിക്കാനിരുന്നപ്പോ ഒരു വിഷമം. എന്തിന്? ഭാര്യ ഭർത്തക്കന്മാരെ പോലെ എല്ലാ കാലവും ഒരുമിച്ച് ജീവിക്കാന്ന് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചവരൊന്നും അല്ലല്ലോ നമ്മള്. ആണോ? അല്ലല്ലോ. എന്തായാലും ഒരു ദിവസം നമ്മൾ പിരിഞ്ഞേ പറ്റൂ. എന്താ, ശരിയല്ലേ? ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചില്ല. എന്നാ ആലോചിക്കണം. ഒരുമിച്ച് ജീവിക്കാന്ന്
യാതൊരു എഗ്രിമെന്റും ഇല്ലാതെ ഒരു നാടകം കളിച്ച് തുടങ്ങിയതാ നമ്മള്. സത്യം പറഞ്ഞ വേറെ അന്യരാണ് നമ്മളിപ്പോഴും. യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് മനുഷ്യർ, അത്രമാത്രം. എന്തിനാ താൻ കരയുന്നേ? നിക്ക്. അതെന്തിനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നതിൽ എന്താ അർത്ഥം? അഞ്ജലി, എന്തിനാ കരഞ്ഞെന്ന് പറഞ്ഞിട്ട് പോ. നമ്മൾ ആരെങ്കിലും കുറിച്ച് ഓർത്ത് കരഞ്ഞ ആ കണ്ണീര് എതിരെ നിൽക്കുന്ന ആളെ പൊള്ളിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കരച്ചിലിന് ഒരർത്ഥം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തിനാ പ്രസാദേട്ടൻ അന്യായ എന്നെ കാണാൻ ഈ രാത്രി ഓടി വന്നത്? അത് പറയണം. നീ ഒരിക്കലും തനിച്ചാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി പറ, എന്തിനാ കരഞ്ഞത്? അത് പ്രസാദേട്ടൻ എന്നെ വിട്ടു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നും എന്റെ കൂടെ വേണമെന്ന്. അഞ്ജലി, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഐ തിങ്ക് ഐ ആം ഡീപ്ലി ഇൻ ലവ് വിത്ത് യു. ഈശ്വര, എന്തിനാ എനിക്കിപ്പോ ഇങ്ങനത്തെ ആലോചനകള്? പ്രസാദേട്ടനെയാണോ ഞാൻ എന്റെ പുരുഷനായി കാണുന്നത്, അതോ എന്റെ കൃഷ്ണനെയോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.